ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും അതിനൊക്കെയുള്ള ഉത്തരങ്ങളും നമുക്ക് പഠിക്കാണ്ട്. നമുക്ക് നേരെ ആ ചോദ്യങ്ങളിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി എപ്പോഴാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇവിടുന്ന് കൺഫ്യൂഷൻ ആവാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരും. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴായിരിക്കും? അംഗീകരിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ 1949 നവംബർ 26 എപ്പോഴാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ 1950 ജനുവരി 26. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനെടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. 18 ദിവസം എന്ന് ഓപ്ഷനിൽ തന്നാലും ഉത്തരം അതാവും. 17ഉം 18ഉം രണ്ടും തരികയാണെങ്കിൽ 2 വർഷം 11 മാസം 17 ദിവസം എന്നൊരു ഓപ്ഷനും 2 വർഷം 11 മാസം 18 ദിവസം എന്നൊരു ഓപ്ഷനും തരികയാണെങ്കിൽ 17 ദിവസമാണ് കർപ്പിക്കേണ്ടത്. 18 ദിവസമാണ് തരുന്നെങ്കിൽ അതാണ് കർപ്പിക്കുന്നത്, അത് മാത്രമാണെങ്കിൽ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനെടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 6. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് രൂപീകരിച്ചത് എപ്പോഴാണ്? ഡിസംബർ 6 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആദ്യ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും ആദ്യ അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ, ആദ്യത്തെ സ്ഥിര അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇവിടെ എന്താ ചോദ്യം? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ. ആരാണ്? സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ. ആദ്യ അധ്യക്ഷനോ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനോ ആണ് ചോദ്യമെങ്കിൽ സച്ചിദാനന്ദ സിൻഹയാണ് ഉത്തരം. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ്. പിന്നെ എന്ത് പഠിച്ചു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എപ്പോഴാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1949 നവംബർ 26 അംഗീകരിച്ചത്. നിലവിൽ വന്നതോ 1950 ജനുവരി 26. ഇവിടെ എന്താ ചോദ്യം? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എപ്പോഴാണ്? 1949 നവംബർ 26. ഓക്കെ ആണല്ലോ. ഇനി ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? നവംബർ 26 അംഗീകരിച്ച ദിവസമല്ലേ നവംബർ 26. അപ്പോ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. അന്ന് നിയമദിനമായിട്ടും അറിയപ്പെടുന്നു. നിയമദിനം, ക്ഷീരദിനം. ക്ഷീരദിനം പറഞ്ഞാൽ പാൽ ദിനം, ക്ഷീരദിനം, നിയമദിനം, ഭരണഘടനാ ദിനം എന്നീ ദിനങ്ങളായി അറിയപ്പെടുന്നത് നവംബർ 26. അടുത്ത ചോദ്യം,
ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? MN റോയ് ആണ്. ആരാണ്? MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയാണ് MN റോയ്. MN റോയ്. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഏതാണ്? സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, INC ആണോന്ന്. INC അല്ല. INC എപ്പോഴാണ് ആവശ്യപ്പെട്ടത്? അതാ അടുത്ത ചോദ്യം അതാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് INC ആവശ്യപ്പെട്ട സമ്മേളനം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് INC ആവശ്യപ്പെട്ട സമ്മേളനം ഏതാണ്? ഫൈസാപൂർ സമ്മേളനം. 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാവും? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലുമായി കണക്കാക്കുന്നത് എന്തിനാണ്? ആമുഖത്തെ. ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലും ആയി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ എത്ര ലക്ഷ്യങ്ങളാണ്? എത്ര അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? എത്ര എണ്ണാണ്? 5 എണ്ണം. എത്ര എണ്ണാണ്? 5 ലക്ഷ്യങ്ങളാണ് ആമുഖത്തിൽ. 5 അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? എത്ര എണ്ണാണെന്ന് നമ്മൾ പഠിച്ചു? 5 എണ്ണാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആ 5 അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? 1 പരമാധികാരം. പരമാധികാരം. സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഏതൊക്കെയാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള 5 അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്കുകളിലാണ്? ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ. എന്താണ്? ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉൾക്കൊള്ളിച്ച രാജ്യം ഏതാണ്? USA ആണ്. ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉൾക്കൊള്ളിച്ച രാജ്യമാണ് USA. ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉൾക്കൊള്ളിച്ച രാജ്യമാണ് USA. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അത് ഭേദഗതികൾക്ക് വിധേയമാണ് എന്നും സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. എന്താ ചോദ്യം? ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അത് ഭേദഗതികൾക്ക് വിധേയമാണ് എന്നും സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ആരാണ്? KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. KM മുൻഷി. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരൻ ആരാണ്? റാം മനോഹർ സിൻഹ. ആരാണ്? റാം മനോഹർ സിൻഹ. ഭരണഘടനയുടെ ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരനാണ് റാം മനോഹർ സിൻഹ. എന്തിനാണ് ഡിസൈൻ ചെയ്യണത്? എന്തിനാണ്? മനോഹരമാവാനല്ലേ? അങ്ങനെ ആലോചിച്ചൂടെ? അപ്പൊ മനോഹരമാവാൻ വേണ്ടി ഡിസൈൻ ചെയ്തത് ആരാണ്? റാം മനോഹർ സിൻഹ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം പാർലമെന്ററി ഭരണ സമ്പ്രദായം. എന്താണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനം ഏതാണ്? ഓഗസ്റ്റ് ഓഫർ ആണ്. ഏതാണ്? ഓഗസ്റ്റ് ഓഫർ.
രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻലിത്കോ പ്രഭു ആണ്. ആരാണ്? ലിൻലിത്കോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാണ്? ലിൻലിത്കോ പ്രഭു. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച ദിവസം എപ്പോഴാണ്? 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച ദിവസം എപ്പോഴാണ്? 1940 ഓഗസ്റ്റ് 8. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ക്രിപ്സ് മിഷൻ ആണ്. ഏതാണ്? ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ആരാണ്? സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ ആണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ചു തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെന്റ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ ആണ്. ഏതാണ്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെന്റ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരാണ്? പെത്വിക് ലോറൻസ് ആണ്. എന്താ ചോദ്യം? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരാണ്? പെത്വിക് ലോറൻസ്. പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തൊക്കെയാണ്? ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. എന്താണ്? ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. അടുത്തത് എന്താ? ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. എന്താണ്? ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. പിന്നെന്താണ്? ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. എന്താണ്? ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. പിന്നെന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. അടുത്തത്, ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം. എന്താ ചോദ്യം? ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എന്താണ്? മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ്? മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 3. അടുത്ത ചോദ്യം, നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? എന്താണ്? നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? എത്ര എണ്ണമാണ്? 6 എണ്ണം. എത്ര എണ്ണമാണ്? 6 എണ്ണം. നിലവിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. നിലവിൽ വരുമ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 6 എണ്ണമേ ഉള്ളൂ. ഏതാണ് എടുത്തു മാറ്റിയത്? സ്വത്തവകാശമാണ്. എന്താണ്? സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1978-ലെ 44-ാം ഭേദഗതി. 1978-ലെ 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കിയത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സുവരെ എല്ലാ കുട്ടികൾക്കും
സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയ അനുച്ഛേദം. എന്താ ചോദ്യം? 6 മുതൽ 14 വയസ്സുവരെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയ അനുച്ഛേദമാണ് 21A. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. എന്താണ്? മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഏതാണ്? 1927 മദ്രാസ് സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ. എന്താ ചോദ്യം? ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളാണ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഏത് മുതലാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3. ഭാഗം 3 എന്തിനെ പറ്റിയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? എന്തിനാണ്? മൗലികാവകാശങ്ങൾ. അപ്പൊ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3, മൗലികാവകാശങ്ങൾ. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. എന്താ ചോദ്യം? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം. ഏതു രാജ്യത്തു നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഏതാണ്? മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്തറിയപ്പെടുന്നു? മൗലികാവകാശങ്ങളുടെ ശില്പി. നമ്മൾ വേറെന്തൊക്കെ പഠിച്ചു? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇവിടെ എന്താ ചോദ്യം? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം. എന്താണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം. എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 14-ാം വകുപ്പിൽ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇന്ത്യക്ക് അകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത്. എന്താണ്? ഇന്ത്യക്ക് അകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത്. എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ 14-ാം വകുപ്പിൽ. 14-ാം വകുപ്പിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നിയമഭരണത്തിന്റെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ്. ഇന്ത്യയിലെ നിയമഭരണത്തിന്റെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 14. ആർട്ടിക്കിൾ 14 ആണ് ഇന്ത്യയിലെ നിയമഭരണത്തിന്റെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ്. ഏതാണ്? ആർട്ടിക്കിൾ 14. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനമായുള്ള വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 19. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനമായുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 19. ഏതാണ്? ആർട്ടിക്കിൾ 19.
അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 19ാം വകുപ്പിൽ ഒരു പൗരന്റെ എത്ര സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? എത്ര എണ്ണാണ്? 6 എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ 19ാം വകുപ്പിൽ ഒരു പൗരന്റെ എത്ര സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 6 സ്വാതന്ത്ര്യങ്ങളാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ വകുപ്പ്. എന്താ ചോദ്യം? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. അടുത്ത ചോദ്യം, ബാലവേല നിരോധനം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. എന്താ ചോദ്യം? ബാലവേല നിരോധനം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 24 ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 24. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? എന്താണ്? നിയമാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി. എന്താ ചോദ്യം? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി. ഏതാണ്? 86ാം ഭേദഗതി. 2002 86ാം ഭേദഗതിയിലാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, 21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20, 21. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, 19, 21. അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 14, 19, 21 ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 14, 19, 21. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. എന്താ ചോദ്യം? മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. എന്താണ് റിട്ട്? മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് ആരൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. റിട്ട് എന്ന ആശയമാട്ടോ, ഇതിൽ എന്ന ആശയം എന്ന് മാത്രമേ ഉള്ളൂ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എങ്ങനെ കണക്ട് ചെയ്യുക? ബ്രിട്ടൻ റിട്ട്. അങ്ങനെ ആലോചിച്ചൂടെ? ബ്രിട്ടൻ റിട്ട്. അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. എന്താ ചോദ്യം? സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226. ഓക്കെ ആണല്ലോ. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം. എന്താ ചോദ്യം? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. 5 റിട്ടുകളാണ് ഉള്ളത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. എന്താണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെയോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെയോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കെതിരെയോ മാൻഡമസ് എന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 361. ഏതാണ് ആർട്ടിക്കിൾ 361? അടുത്ത ചോദ്യം, ഹേബിയസ് കോർപ്പസ് എന്നാൽ എന്താണ്? ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്നാൽ. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്നാൽ ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക. എന്ത് അധികാരം എന്ന് അർത്ഥം വരുന്ന റിട്ട്? എന്ത് അധികാരം എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? കോ വാറന്റോ. ഏതാണ്? കോ വാറന്റോ. കോ വാറന്റോ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന ശില എന്ന് വിശേഷിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന ശില എന്ന് വിശേഷിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിട്ട് മാൻഡമസ് ആണ്. ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഏതാണ്? മാൻഡമസ്. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സ്ഥാപനമോ സർക്കാർ ഉദ്യോഗസ്ഥരോ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഏതാണ്? മാൻഡമസ് ആണ്. എന്താണ്? ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സ്ഥാപനമോ സർക്കാർ ഉദ്യോഗസ്ഥരോ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഏതാണ്? മാൻഡമസ് ആണ്. ഏതാണ്? മാൻഡമസ്. അധികാര പരിധിയിൽപ്പെടാത്ത ഒരു നിയമം തടഞ്ഞുകൊണ്ട് മേൽക്കോടതി കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഉത്തരവാണ് പ്രോഹിബിഷൻ. എന്താണ്? പ്രോഹിബിഷൻ. അധികാര പരിധിയിൽപ്പെടാത്ത ഒരു നിയമം തടഞ്ഞുകൊണ്ട് മേൽക്കോടതി കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഉത്തരവാണ് പ്രോഹിബിഷൻ. അടുത്ത ചോദ്യം, ഒരു കേസിൽ മേൽവിധി വന്ന ശേഷം അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന റിട്ടാണ് ഏത്? സെർഷ്യോററി. ഏതാണ്? സെർഷ്യോററി. ഒരു കേസിൽ മേൽവിധി വന്ന ശേഷം അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന റിട്ടാണ് സെർഷ്യോററി. ഏതാണ്? സെർഷ്യോററി. സ്റ്റേ ഓർഡർ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന റിട്ടാണ് ഏത്? പ്രോഹിബിഷൻ. സ്റ്റേ ഓർഡർ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന റിട്ടാണ് പ്രോഹിബിഷൻ. അടുത്ത ചോദ്യം, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം. എന്താ ചോദ്യം? മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അയർലൻഡ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും. ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കർ. എന്താ പറഞ്ഞത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഭാഗം 4 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭാഗം 4. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭാഗം 4. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത്. ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. എന്താ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം. മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A ആണ്. ഭാഗം 4A. മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A.
മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എപ്പോഴാണ്? 1976 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എപ്പോഴാണ്? 1976. അടുത്ത ചോദ്യം, മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. അടുത്ത ചോദ്യം, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി എന്താണ്? മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാക്കിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. ഏതാണ്? 86ാമത് ഭരണഘടനാ ഭേദഗതി 2002. 2002 86ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാക്കിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ്. ഏതാണ്? ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. അടുത്ത ചോദ്യം, മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. 1977 ജനുവരി 3-നാണ്. എപ്പോഴാണ് വന്നത്? 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? KC ബെയർ. ആരാണ്? KC ബെയർ. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KC ബെയർ ആണ്. KC ബെയർ ആണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശക തത്വങ്ങൾ കാരണമാകും എന്ന് പറഞ്ഞത് ആരാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശക തത്വങ്ങൾ കാരണമാകുമെന്ന് പറഞ്ഞത് K. സന്താനമാണ്. K. സന്താനം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശക തത്വങ്ങൾ കാരണമാകുമെന്ന് പറഞ്ഞത് K. സന്താനമാണ്. നീതീകരിക്കാൻ ആകുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ 2 വിഭാഗങ്ങളായി വിഭജിക്കണം എന്ന് ശുപാർശ ചെയ്ത വ്യക്തി ആരാണ്? നീതീകരിക്കാൻ ആകുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ 2 വിഭാഗങ്ങളായി വിഭജിക്കണം എന്ന് ശുപാർശ ചെയ്ത വ്യക്തിയാണ് BN റാവു. ആരാണ്? BN റാവു. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാന്നറിയോ? BN റാവു ആണ്. ആരാണ്? ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് BN റാവു ആണ്. എന്നാൽ ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആരാണ്? MN റോയ്. ആരാണ്? MN റോയ്. ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയോ ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടി. ആദ്യം വേണമെന്ന് പറഞ്ഞ വ്യക്തി MN റോയ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയാണ് BN റാവു. BN റാവു. അടുത്ത ചോദ്യം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? ക്വോ വാറന്റോ. ഏതാണ്? ക്വോ വാറന്റോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് ക്വോ വാറന്റോ. ക്വോ വാറന്റോ. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്താണ്? മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32-നെയാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഏതിനെയാണ്? ആർട്ടിക്കിൾ 32. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്കാണ്. അടുത്ത ചോദ്യം,
അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരെ സംരക്ഷണം ഉറപ്പു നൽകുന്ന വകുപ്പ്. എന്താ ചോദ്യം? അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരെ സംരക്ഷണം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 22. ഏതാണ്? ആർട്ടിക്കിൾ 22 അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരെ സംരക്ഷണം ഉറപ്പു നൽകുന്ന വകുപ്പ്. അടുത്ത ചോദ്യം, കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലനാണ്. ആരാണ്? AK ഗോപാലനാണ് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലൻ. അടുത്ത ചോദ്യം, കരുതൽ തടങ്കൽ എത്ര മാസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും? കരുതൽ തടങ്കൽ എത്ര മാസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും? 3 മാസം. എത്രയാണ്? 3 മാസം. കരുതൽ തടങ്കൽ 3 മാസം വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2010 ഏപ്രിൽ 1-നാണ്. വ്യവസായശാലകൾ, ഖനികൾ എന്നിവ പോലെയുള്ള അപകടകരമായ മേഖലകളിൽ എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഭരണഘടന വിലക്കിയിരിക്കുന്നത്? ഏതാണ്? വ്യവസായശാലകൾ, ഖനികൾ എന്നിവ പോലെയുള്ള അപകടകരമായ മേഖലകളിൽ എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഭരണഘടന വിലക്കിയിരിക്കുന്നത്? എത്രയാണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. എത്രയാണ്? 14 വയസ്സിൽ താഴെ. അടുത്ത ചോദ്യം, ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. എന്താ ചോദ്യം? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? റഗ്മാർക്ക് ആണ്. ഏതാണ്? റഗ്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക്. അടുത്ത ചോദ്യം, റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവ് ആരാണ്? റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. എപ്പോഴാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്? 2014-ലാണ്. എപ്പോഴാണ്? 2014. അദ്ദേഹത്തോടൊപ്പം നൊബേൽ സമ്മാനം പങ്കിട്ടത് ആരാണ്? മലാല യൂസഫ്സായി. കേട്ടിട്ടില്ലേ? മലാല യൂസഫ്സായി. അപ്പൊ റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥിക്ക് ഏതു വർഷമാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? എപ്പോഴാണ്? 2014-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോറിനാണ്. ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോറിനാണ്. അടുത്ത ചോദ്യം, വിശക്കുന്നവനെ ഊട്ടാനും നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാക്സുകെട്ട് ആയിരിക്കും. എന്താ പറഞ്ഞത്? വിശക്കുന്നവനെ ഊട്ടാനും നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് കെട്ട് മാത്രം ആയിരിക്കും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം എന്തിന്റെ ശില്പിയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ്. അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ എന്ത് പറഞ്ഞു? വിശക്കുന്നവനെ ഊട്ടാനും നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് കെട്ട് മാത്രമായിരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ ആണല്ലോ? അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ തീർച്ചയായും പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്